അപ്പോൾ പിന്നെ എൻ്റെ കൂട്ടുകാർക്ക് വെച്ചാൽ കംപ്ലീറ്റ് ഈ ദലിതരും ഈഴവരും മുസ്ലിങ്ങളും അല്ലാതെ മറ്റേ ഞാൻ ജനിച്ച സമുദായത്തിൽപ്പെട്ട ഒരാൾ പോലും ഉണ്ടായിരുന്നില്ല. കാരണം അവരുമായിട്ട് അടുക്കുമ്പോൾ തന്നെ എനിക്ക് പിന്നെ ഇവരുടെ ഈ കൾച്ചർ അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കാത്തതുകൊണ്ട് ഞാൻ അവരോട് അതിൽ തന്നെ എനിക്ക് ഏറ്റവും അധികം പിന്നെ എൻ്റെ ഹൃദയസ്പർശിയായിട്ട് എനിക്ക് ഒരു ബന്ധം തോന്നിയിട്ടുള്ള മുസ്ലിം കുടുംബങ്ങളിൽ നിന്നാണ്. അതിൽപ്പെട്ടിട്ടുള്ള കൂട്ടുകാരെന്ന് വെച്ചാൽ എന്ത് പ്രശ്നത്തിലും അതിനെ ഉറച്ചു നിൽക്കുന്ന ഒരു ടൈപ്പ്. മറ്റുള്ള കക്ഷികളൊക്കെ ഇങ്ങനെ പിന്നെ ഷിവർ ചെയ്താലും ഇവർ അങ്ങനെയല്ല. ഭയങ്കര അന്നൊക്കെ ഈ മുസ്ലിങ്ങളെ സംബന്ധിച്ചിട്ട് പിന്നെ ഭയങ്കര ഇതായിരുന്നു, മതിപ്പാണ്. അതെന്ന് വെച്ചാൽ ഒരു മുസ്ലിം ഒരു വാക്ക് പറഞ്ഞാൽ അതിനകത്ത് പിന്നെ വേറൊരു തപ്പിൽ ഒരു രേഖയും ആവശ്യമില്ല. അങ്ങനെ ഒരു ഇതുണ്ട്. പിന്നെ അന്ന് മദ്യപിക്കുകയോ പുകവലിക്കുകയോ അങ്ങനെയൊന്നും ചെയ്യില്ല. പക്ഷേ അവർ പിന്നെ മതപരമായിട്ടും പൊതുവിദ്യാഭ്യാസത്തിൽ പിന്നിലായിരുന്നെങ്കിലും ഇസ്ലാമിക മൂല്യങ്ങൾ വളരെ സ്ട്രോങ് ആയിരുന്നു എന്നാണ് ഇപ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ എനിക്കത് ഞാൻ മനസ്സിലാക്കുന്നത്. ഇന്നിപ്പോൾ അതൊക്കെ കൂടുതലുണ്ടെങ്കിലും ഒരു ഇസ്ലാമിക മൂല്യങ്ങളിൽ നിന്ന് സമുദായം കുറേ മാറിപ്പോയാൽ തോന്നുന്നുണ്ട്.